സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാലിങ്കാലം മുതൽ പെരിയാട്ടടുക്കം വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തും സപ്പോർട്ട് ചെയ്ത് തരിക. ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചാലിങ്കാൽ വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാലിങ്കാൽ മുതൽ പെരിയാട്ടടുക്കം വരെയുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. വീഡിയോ മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം ചാലിങ്കാൽ ഏകദേശം നിങ്ങൾ കണ്ടതല്ലോ, അവിടുത്തെ വർക്ക് വിശേഷങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനുശേഷം ഈ ഭാഗത്ത്, അതായത് പെരിയ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കിൻ്റെ അതിനുശേഷമുള്ള അതിൻ്റെ എതിർവശമുള്ള അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റീറ്റൈൻ വാൾ RE പാനൽ ഉപയോഗിച്ചിട്ടാണ് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചാലിങ്കാൽ മുതൽ ചട്ടഞ്ചാൽ വരെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭാഗത്ത് കുറച്ച് നല്ല സ്പീഡിലുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഇവർക്ക് പണിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ കാരണത്താൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്ത് സ്പീഡാണെന്ന് തോന്നുന്നു. ഇപ്പം പെരിയ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡെല്ലാം ടാറിങ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പെരിയാട്ടടുക്കത്തെയും ഒരു വശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ഈ പെരിയാട്ടടുക്കത്ത് പിന്നെ മറ്റേ HD ഹൈ ടെൻഷൻ കേബിൾ അതിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് എന്തോ പ്രശ്നം അവിടെ, ആ വർക്ക് അവിടെ പെൻഡിങ്ങിൽ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കുറേ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് ആ ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതുണ്ടാവും. പിന്നെ അത് ഈ ഭാഗത്ത് യൂണിവേഴ്സിറ്റീൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഇത് ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെ ഒരു റീറ്റൈൻ വാൾ, കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിവിടെ കാണാം ഹൈ ടെൻഷൻ ലൈനിൻ്റെ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടവറിൻ്റെ ആ ഭാഗത്ത് സൈഡിലൂടെയാണ് സർവീസ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ പുതിയൊരു ഗേറ്റിൻ്റെ അവിടെ ഒരു പുതിയൊരു ഗേറ്റും വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ റോഡ്, സർവീസ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഉയർത്തിയിട്ട് തന്നെ അവിടെ അവർക്കുള്ള ആ സ്പേസിലേക്കുള്ള യൂണിവേഴ്സിറ്റീൻ്റെ ഗേറ്റിലേക്കുള്ള സർവീസ് റോഡിൻ്റെ കണക്കാക്കിയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം പെരിയ എത്താനായിട്ടുണ്ട്. പെരിയ ഈ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ടാറിങ് വർക്ക് ഇരുവശങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വാഹനങ്ങൾ ഇതിലെ കടത്തി വിട്ടിട്ടില്ല. ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഇതുവഴി വാഹനങ്ങൾ കടത്തി വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ. നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ഭാഗത്തപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്നതായ പ്രവൃത്തികളാണ് അന്ന് നടന്ന് കൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങൾ കടത്തി വിട്ടില്ല, പക്ഷേ ടാറിങ് പ്രവൃത്തികളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട്.
കുറേ സമരങ്ങൾക്ക് ശേഷം പെരിയ ബസാറിൽ ഒരു ചെറിയൊരു അണ്ടർപാസ് കിട്ടിയിട്ടുണ്ട്. ആ അണ്ടർപാസിൻ്റെ ഒരു വശത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്നതും റീറ്റെയിൻ വാളിൻ്റെ നിർമ്മാണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗം റോഡ് ടാറിങ് കഴിഞ്ഞിട്ടായിട്ട് അതുവഴി വാഹനങ്ങൾ കടത്തി വിട്ട് മറുവശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിലവിൽ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പെരിയ ബസാർ കഴിഞ്ഞതിന് ശേഷം നേരത്തെ കഴിഞ്ഞതാണ് ഈ ഭാഗത്ത് റോഡ് ടാറിങ് വർക്ക്. പക്ഷേ ഈ അണ്ടർപാസ് വന്നതുകൊണ്ട് വീണ്ടും അലൈൻമെൻറ്റ് വ്യത്യാസം വന്ന് കുറച്ച് റോഡ് ഉയർത്തേണ്ടി വന്നിട്ടുണ്ട് അണ്ടർപാസിനനുസരിച്ചിട്ട്. അപ്പം വീണ്ടും റോഡ് ടാറ് പൊളിച്ചിട്ടാണ് ഇപ്പം വീണ്ടും ഈ ഭാഗത്തിപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അലൈൻമെൻറ്റ് വ്യത്യാസം വന്നു. കാരണം നേരത്തെ അണ്ടർപാസ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ കുറച്ച് താഴ്ത്തിയിട്ടാണ് മെയിൻ റോഡ് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ അണ്ടർപാസ് ഉയർത്തിയതുകൊണ്ട് ഈ റോഡും കുറച്ച് ഉയർത്തേണ്ടി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഈ കുണിയ ഭാഗത്താണ് കുറച്ച് വർക്ക് ഇപ്പോൾ നടക്കുന്നുള്ളത്. അല്ലെങ്കിൽ അവിടെ അണ്ടർപാസിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്നതും പിന്നെ കോൺക്രീറ്റ് റീറ്റേൺ വാൾ നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് കുറേ ടൈം അതിന് പൊടിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പണി സ്പീഡായിട്ടുള്ളത്. നേരത്തെ വലിയ സ്പീഡൊന്നും അല്ല മെഗാ കൺസ്ട്രക്ഷൻ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം അടുത്ത് ഈ കുറച്ച് പണി സ്പീഡായത്. നേരത്തെ ഇതേ സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ULCCനെയും കാട്ടിയും മുമ്പേ ഇവർ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ നിലവിലിപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 ലൈനും പിന്നെ സർവീസ് റോഡൊക്കെ ടാറിംഗ് പ്രവർത്തികൾ ഫസ്റ്റ് ലെയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള ലെയർ ടാറിംഗ് പ്രവർത്തികൾ നടക്കാൻ ബാക്കിയുണ്ട്. കുണിയ ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഒരു വശത്ത് നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗത്ത് തന്നെ കോൺക്രീറ്റ് റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കുണിയ ജംഗ്ഷനിൽ അണ്ടർപാസ് ഇല്ല. അത് വളരെ പ്രശ്നം പിന്നീടാവും. കാരണം തന്നെ ഇവിടെ ഒരു സ്കൂളുണ്ട്. പിന്നെ നല്ല ഉയർത്തിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ നമുക്ക് തോന്നുന്നു ഈ ഒരു താഴെയുള്ള അണ്ടർപാസിലേക്ക് കുട്ടികളൊക്കെ അങ്ങും ഇങ്ങും ആകെ ഇതെല്ലാം ഇവിടെ ഒരു അണ്ടർപാസ് ശരിക്കും വേണമായിരുന്നു ഈ കുണിയ ജംഗ്ഷൻ ഭാഗത്ത്. നാട്ടുകാർ ഒരുമിച്ചൊന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അണ്ടർപാസ് ആവുമായിരുന്നു. നല്ല ഉയരത്തിലാണ് റോഡ് ആ ഭാഗത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കുട്ടികൾക്കുള്ള പാസേജെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. നാട്ടുകാരൊന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. കാരണം കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു ഇതും പോലെ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരപ്പെടും നടന്നു പോകുന്ന ആൾക്ക്. കാരണം എന്നുണ്ടെങ്കിൽ അവിടെ കോളേജും സ്കൂളും എല്ലാം ഉള്ള സ്ഥലമാണ്. കാരണം അവിടെ ഒരു പിന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വരണമെങ്കിൽ അത്ര പണിയുണ്ട്. നല്ല ഹൈറ്റിൽ വരേണ്ടി വരും. കാരണം മെയിൻ റോഡ് അത്രയും ഹൈറ്റിലാണ് പോകുന്നതുകൊണ്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വലിയ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങൾ അടിപ്പാത നടന്നിട്ട് പോകുന്ന അടിപ്പാതയ്ക്ക് ശ്രമം ചെലുത്തുക വേഗം. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നീട് ആ സംഭവം ലഭിക്കുകയില്ല. ശ്രമിച്ചാൽ പെട്ടെന്ന് കിട്ടും. പിന്നെ നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ട് പെരിയാട്ടടുക്ക് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക്, റീറ്റെയിൻ വാൾഡ് വർക്ക്, പിന്നെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ,
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.